Hello dear students, welcome to another online class. We are discussing the first chapter of Plus 1 Accounting. The name of our chapter is Introduction to Accounting. Now today we are discussing the qualitative characteristics of accounting information. പ്രിയപ്പെട്ട കുട്ടികളെ, മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് +1 അക്കൗണ്ടൻസിയുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് വിവരങ്ങളുടെ ഗുണപരമായ സവിശേഷതകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. സാധാരണമായി പബ്ലിക് ക്വസ്റ്റ്യൻ ആയി ഇത് വരാറുണ്ട്. വാട്ട് ആർ ദി ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? ഓക്കെ, 4 മാർക്കിനോ 3 മാർക്കിനോ സർവ്വസാധാരണമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇത് നന്നായി നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു, അക്കൗണ്ടിങ് എന്നാൽ ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഭാഷയാണ്. അക്കൗണ്ടിങ് അതിൻ്റെ തൽപരരായ കക്ഷികൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഉപകാരപ്രദമായിരിക്കണം. അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് യൂസേഴ്സിന് ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുക എന്നതാണ്. കാരണം അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് അവർക്ക് ലഭ്യമായ അക്കൗണ്ടിങ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അക്കൗണ്ടിങ് യൂസേഴ്സിന് ഫലപ്രദമായ വിവരങ്ങൾ നൽകുക എന്നതാണ്. ദ മെയിൻ എയിം ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ടു അക്കൗണ്ടിങ് യൂസേഴ്സ്. അക്കൗണ്ടിങ് യൂസേഴ്സിന് ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. Accounting information must be useful for taking correct decision. Accounting information must be useful for taking correct decision. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അക്കൗണ്ടിംഗ് വിവരങ്ങൾ ഉപയോഗപ്രദമായിരിക്കണം. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അക്കൗണ്ടിംഗ് വിവരങ്ങൾ ഉപയോഗപ്രദമായിരിക്കണം. International Accounting Standard Board has recognized the 4 principal qualitative characteristics of accounting information. International Accounting Standard Board has recognized the 4 principal qualitative characteristics of accounting information. International Accounting Standard Board, അതായത് IASB 4 പ്രധാനപ്പെട്ട അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ്റെ ഗുണപരമായ സവിശേഷതകൾ അംഗീകരിച്ചിട്ടുണ്ട്. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ്റെ 4 പ്രധാനപ്പെട്ട ഗുണപരമായ സവിശേഷതകൾ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട്. ഏതെല്ലാമാണ് അവ എന്ന് നോക്കാം. 1, റിലയബിലിറ്റി വിശ്വസനീയത. നെക്സ്റ്റ്, റെലവൻസ് പ്രസക്തി. 3, അണ്ടർസ്റ്റാൻഡബിലിറ്റി മനസ്സിലാക്കൽ അല്ലെങ്കിൽ ഗ്രാഹ്യശേഷി. 4, കമ്പാരബിലിറ്റി താരതമ്യപ്പെടുത്തൽ അല്ലെങ്കിൽ താരതമ്യത്വം. നമ്മൾ പറഞ്ഞത് ഇത്രയുമാണ്. അക്കൗണ്ടിംഗ് യൂസേഴ്സിന് ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അവർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കണം. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി അക്കൗണ്ടിംഗ് യൂസേഴ്സിനുള്ള അക്കൗണ്ടിംഗ് വിവരങ്ങൾ ഉപയോഗപ്രദമായിരിക്കണം. ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് 4 പ്രധാനപ്പെട്ട ഗുണപരമായ സവിശേഷതകൾ, അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ്റെ 4 ഗുണപരമായ സവിശേഷതകൾ അംഗീകരിച്ചിട്ടുണ്ട്. അത് 1, റിലയബിലിറ്റി വിശ്വസനീയത. 2, റെലവൻസ് പ്രസക്തി. 3, അണ്ടർസ്റ്റാൻഡബിലിറ്റി മനസ്സിലാക്കൽ അല്ലെങ്കിൽ ഗ്രാഹ്യശേഷി. അതുപോലെ തന്നെ കമ്പാരബിലിറ്റി താരതമ്യത്വം അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തൽ. ഇതിൽ ഓരോന്നും വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം.
ഒന്നാമത്തത് റിലയബിലിറ്റി, വിശ്വസനീയത. It should be reliable. Accounting information should be reliable. It should be free from error and bias. It should be verifiable using documents. It should be reliable. ഇത് വിശ്വസനീയമാകണം. It should be free from error and bias. തെറ്റുകളിൽ നിന്നും പക്ഷപാതങ്ങളിൽ നിന്നും സ്വതന്ത്രമാകണം. It should be free from error and bias. തെറ്റുകളിൽ നിന്നും പക്ഷപാതങ്ങളിൽ നിന്നും സ്വതന്ത്രമാകണം. It should be verifiable using documents. ഡോക്യുമെന്റുകൾ ഉപയോഗിച്ച് പരിശോധിക്കാൻ കഴിയണം. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഡോക്യുമെന്റ് ഉപയോഗിച്ച് പരിശോധിക്കാൻ കഴിയണം. അതിൻ്റെ അർത്ഥം ഓരോ ഇടപാടിനും തെളിവുണ്ടാകണം എന്നർത്ഥം. ഈ തെളിവിന് നമ്മൾ പറയുന്ന പേര് സോഴ്സ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഉറവിട രേഖ എന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു അക്കൗണ്ടിംഗ് ഇൻഫർമേഷന്റെ ഗുണപരമായ സവിശേഷത എന്ന് പറയുന്നത് അത് വിശ്വസനീയമാകണം, തെറ്റുകളിൽ നിന്നും പക്ഷപാതങ്ങളിൽ നിന്നും സ്വതന്ത്രമാകണം. അതുപോലെ തന്നെ ഡോക്യുമെന്റ് ഉപയോഗിച്ച് ഇത് പരിശോധിക്കാൻ സാധിക്കണം. നെക്സ്റ്റ് 2, ടൈംലിനെസ് ഓർ റെലവൻസ്, പ്രസക്തി അല്ലെങ്കിൽ സമയകൃത്യത. It should be given to accounting users at the right time. In case late and incomplete information is provided to accounting users, they can't take correct decision. Relevance, എന്താ relevance എന്ന് പറഞ്ഞാൽ പ്രസക്തി, ടൈംലിനെസ് സമയകൃത്യത. It should be given to accounting users at the right time. ശരിയായ സമയത്ത് അക്കൗണ്ടിംഗ് വിവരങ്ങൾ അക്കൗണ്ടിംഗ് യൂസേഴ്സിന് നൽകണം. അക്കൗണ്ടിംഗ് യൂസേഴ്സിന് ശരിയായ സമയത്ത് അക്കൗണ്ടിംഗ് വിവരങ്ങൾ നൽകണം. കാരണം അവർ തീരുമാനമെടുക്കുന്നത് ഈ അക്കൗണ്ടിംഗ് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ്. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ശരിയായ സമയത്ത് നൽകണം. In case late and incomplete information is provided to accounting users, they cannot take a correct decision. വൈകിയതും അപൂർണവുമായ വിവരങ്ങളാണ് അക്കൗണ്ടിംഗ് യൂസേഴ്സിന് നൽകുന്നതെങ്കിൽ they can't take correct decision. അവർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ല. ശരിയായ സമയത്ത് അക്കൗണ്ടിംഗ് യൂസേഴ്സിന് അക്കൗണ്ടിംഗ് വിവരങ്ങൾ നൽകണം. വൈകിയതും അപൂർണവുമായ വിവരങ്ങളാണ് അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾക്ക് നൽകുന്നതെങ്കിൽ അവർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ് 3, കമ്പാരബിലിറ്റി, താരതമ്യത്വം അല്ലെങ്കിൽ താരതമ്യം ചെയ്യൽ. It should be comparable. അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകൾ താരതമ്യം ചെയ്യാൻ കഴിയണം. It should be comparable. ഇത് താരതമ്യം ചെയ്യാൻ കഴിയണം. 2 തരം താരതമ്യങ്ങളാണുള്ളത്. ഒന്ന് ഇന്റർഫേം കമ്പാരിസൺ ആണ്, മറ്റൊന്ന് ഇൻട്രാഫേം കമ്പാരിസൺ ആണ്. ഈ 2 താരതമ്യത്തിനും കഴിവുള്ളതായിരിക്കണം അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. എന്താണ് ഇന്റർഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ? ഒരു സ്ഥാപനത്തിന്റെ അക്കൗണ്ടിംഗ് റിപ്പോർട്ട് മറ്റൊരു സ്ഥാപനത്തിന്റെ അക്കൗണ്ടിംഗ് റിപ്പോർട്ടുമായി താരതമ്യം ചെയ്യുന്നതിനെയാണ് ഇന്റർഫേം കമ്പാരിസൺ എന്ന് പറയുന്നത്. സ്ഥാപനങ്ങൾക്കിടയിലുള്ള താരതമ്യം ഇത് സാധ്യമാക്കണം. അതുപോലെ തന്നെ ഇൻട്രാഫേം കമ്പാരിസണും ഇത് സാധ്യമാക്കണം. എന്താണ് ഇൻട്രാഫേം കമ്പാരിസൺ? ഒരു സ്ഥാപനത്തിന്റെ വ്യത്യസ്ത കാലയളവുകളിലെ റിസൾട്ടുകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധിക്കണം. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഈ വർഷത്തെ റിസൾട്ടുമായി താരതമ്യം ചെയ്യാൻ കഴിയണം. കഴിഞ്ഞ 5 വർഷത്തെ റിസൾട്ടുമായി ഈ വർഷത്തെ റിസൾട്ട് താരതമ്യം ചെയ്യാൻ കഴിയണം. അപ്പോൾ 2 തരത്തിലുള്ള താരതമ്യമുണ്ട്. ഒന്ന് ഇന്റർഫേം കമ്പാരിസൺ. എന്താ ഇന്റർഫേം കമ്പാരിസൺ? സ്ഥാപനങ്ങൾക്കിടയിലുള്ള താരതമ്യം. എന്നാൽ എന്താ ഇൻട്രാഫേം കമ്പാരിസൺ? സ്ഥാപനത്തിനകത്തുള്ള താരതമ്യം. സ്ഥാപനത്തിനകത്ത് വ്യത്യസ്ത വർഷങ്ങളിലെ റിസൾട്ടുകൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻട്രാഫേം കമ്പാരിസൺ എന്ന് പറയുന്നത്. എന്നാൽ ഇറ്റ് ഷുഡ് ബി കമ്പയറബിൾ. അക്കൗണ്ടിംഗ് വിവരങ്ങൾ താരതമ്യം ചെയ്യാൻ കഴിയണം.
ഇറ്റ് ഷുഡ് ഫെസിലിറ്റേറ്റ് ഇന്റർഫേം കമ്പാരിസൺ ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ. സ്ഥാപനങ്ങൾക്കിടയിലുള്ള താരതമ്യവും അതുപോലെ തന്നെ സ്ഥാപനത്തിനകത്തുള്ള താരതമ്യവും ഇത് സാധ്യമാക്കണം. അവസാനത്തേത് അണ്ടർസ്റ്റാൻഡബിലിറ്റി, മനസ്സിലാക്കൽ അല്ലെങ്കിൽ ഗ്രാഹ്യശേഷി. അണ്ടർസ്റ്റാൻഡബിലിറ്റി. It should be understandable. It should be understandable. Accounting information must be prepared and presented in such a way that it should be easily understood and grasped by accounting users. It should be understandable. It should be understandable. Accounting information മനസ്സിലാക്കാൻ കഴിയുന്നതാകണം. It should be understandable. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നതാകണം. Accounting information must be prepared and presented in such a way that it should be easily understood and grasped by accounting users. Accounting ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകണം, ഗ്രഹിക്കണം എന്ന രീതിയിൽ അക്കൗണ്ടിംഗ് വിവരങ്ങൾ തയ്യാറാക്കണം, അവതരിപ്പിക്കണം. അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകണം, ഗ്രഹിക്കണം എന്ന രീതിയിൽ അക്കൗണ്ടിംഗ് വിവരങ്ങൾ തയ്യാറാക്കണം, അവതരിപ്പിക്കണം. അതായത് അക്കൗണ്ടിംഗ് വിവരങ്ങൾ തയ്യാറാക്കി നൽകിയവർ ഉദ്ദേശിച്ച അതേ അർത്ഥത്തിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകൾ. ഏതെല്ലാമാണ് അക്കൗണ്ടിംഗ് വിവരങ്ങളുടെ ഗുണപരമായ സവിശേഷതകൾ? 1. വിശ്വാസ്യത. ഇത് വിശ്വസനീയമാകണം. തെറ്റുകളിൽ നിന്നും പക്ഷപാതങ്ങളിൽ നിന്നും സ്വതന്ത്രമാകണം. ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് പരിശോധിക്കാൻ സാധിക്കണം. 2. ടൈംലിനെസ്. അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾക്ക് ശരിയായ സമയത്ത് ഇത് നൽകണം. വൈകിയതും അപൂർണവുമായ വിവരങ്ങളാണ് അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾക്ക് നൽകുന്നതെങ്കിൽ അവർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ല. കമ്പാരബിലിറ്റി, താരതമ്യം ചെയ്യൽ. ഇത് താരതമ്യം ചെയ്യാൻ കഴിയണം. സ്ഥാപനങ്ങൾക്കിടയിലുള്ള താരതമ്യവും അതുപോലെ തന്നെ സ്ഥാപനത്തിനകത്തുള്ള താരതമ്യവും ഇത് സാധ്യമാക്കണം. അണ്ടർസ്റ്റാൻഡബിലിറ്റി, മനസ്സിലാക്കൽ. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നതാകണം. അക്കൗണ്ടിംഗ് ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകണം, ഗ്രഹിക്കണം എന്ന രീതിയിൽ അക്കൗണ്ടിംഗ് വിവരങ്ങൾ തയ്യാറാക്കണം, അത് അവതരിപ്പിക്കണം. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതുക, നന്നായി പഠിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.